ട്രംപിനെ മോദിക്ക് മെരുക്കാൻ സാധിക്കുമോ? കാരണം ഈ അമേരിക്കയുടെ നിരവധി വർഷങ്ങളായിട്ടുള്ള ആവശ്യമാണ് ചില അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ ഇന്ത്യ കുറയ്ക്കണം എന്നുള്ളത്. ഇപ്പോൾ ആ ഒരു ആവശ്യത്തിന് അനുഭാവപൂർണമായ നിലപാട് മോദി സർക്കാർ സ്വീകരിക്കുമെന്നാണ് കേൾക്കുന്നത്. എന്താണ് അതിന് പിന്നിലെ രാഷ്ട്രീയം? ഈ ട്രംപും മോഡി നമ്മൾ ബന്ധത്തിൽ ഞാനും ചില രാഷ്ട്രീയക്കാർ നമ്മൾ വന്ന പോലെയാണ്. കേരളത്തിലെ പ്രമുഖ പല രാഷ്ട്രീയക്കാർ ഒന്ന് എൻ്റെ കൂടെ പഠിച്ചതോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ വന്നുള്ളതോ ഒരുമിച്ച് MLA ഹൗസിൽ താമസിച്ച ആളുകളൊക്കെയാണ്. പക്ഷെ ഞാനിപ്പോൾ ആ ഏരിയയിലൊന്നും പോകാറില്ല. കാരണം എനിക്ക് ഈ മനുഷ്യൻ്റെ സ്വഭാവം അറിയാം. ഒന്ന് അധികാരം നമ്മൾ ഇപ്പോൾ നിങ്ങൾ തന്നെ നാളെ അധികാര സ്ഥാനത്ത് ഞാൻ ഏരിയയിൽ വരില്ല. കാരണം എനിക്കൊരു സോക്കോൾഡ് അവതാരമോ ഏജൻറ്റോ ആ രീതിയിൽ സ്വീകരിക്കുമ്പോൾ ഒരു താല്പര്യമില്ല. രണ്ടാമത്തെ കാര്യം, അധികാരം കിട്ടുമ്പോൾ മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് അവൻ്റെ ഉള്ളിലുള്ള അവൻ റിയലായിട്ടുള്ള അവൻ പുറത്ത് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പം അധികാര സമയത്ത് നിൽക്കുമ്പോൾ നമ്മളെ അടുപ്പുള്ള ആളുകൾ ആ സ്നേഹം നിലനിർത്തണം ആഗ്രഹിക്കുന്നതാണ് നല്ലത്, അകന്ന് നിൽക്കുന്നതാണ് നല്ലത്. അപ്പം മോഡിയും അതുപോലെ തന്നെ ട്രംപും തമ്മിലുള്ള ബന്ധത്തിൽ ഇന്ത്യയിലൊരു വലിയൊരു എന്തൂസിയാസമുണ്ട്. ട്രംപ് ഇന്ത്യക്ക് വേണ്ടി നിൽക്കുന്ന വേറൊരു മോഡിയാണ് എന്നൊരു തോന്നൽ ഇന്ത്യക്കാരുടെ. അത് ശരിയല്ല. ഞാൻ മുമ്പേ പറഞ്ഞതാണ്, ട്രംപിനെ സംബന്ധിച്ച് ട്രംപിൻ്റെ ദേശീയ താല്പര്യങ്ങളാണ് പ്രധാനം. ഇത്രമാത്രം ദേശീയ താല്പര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്ന വേറൊരു പേഴ്സൻ്റെ അടുത്ത് അതൊന്നും അമേരിക്കയിൽ ഉണ്ടായിട്ടില്ല. കാരണം ഇദ്ദേഹം ഗ്ലോബലൈസേഷനെതിരാണ്. ഗ്ലോബലൈസേഷൻ അമേരിക്കയുടെ പ്രൊഡക്റ്റാണ്, അമേരിക്ക കൊണ്ടുവന്നതാണ്. ഇദ്ദേഹം മറ്റ് രാജ്യങ്ങളിലേക്ക് അമേരിക്കയുടെ ഡോമിനൻസ് വർദ്ധിപ്പിക്കുന്നതല്ല, അമേരിക്ക ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അമേരിക്കയിലെ ഇൻറ്റേർണലായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ. ഈ ദാരിദ്ര്യം വെള്ളക്കാരുടെ ഇടയിലെ ദാരിദ്ര്യം, തൊഴിലില്ലായ്മയെല്ലാം ഇയാളുടെ പ്രസിഡൻ്റാക്കി. അല്ലെങ്കിൽ ട്രംപിനെ പോലെ ഒരു പ്രസിഡന്റ് നമുക്ക് ഇമേജിൻ ചെയ്യാൻ പറ്റില്ല അമേരിക്കയിൽ. അമേരിക്കക്കാരെന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട് ആദ്യകാലത്ത് ട്രംപ് പ്രധാനമന്ത്രിയായ സമയത്ത്, പ്രസിഡൻ്റ്. അപ്പം അയാളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് നോക്കുക. പിന്നെ അയാൾക്ക് തട്ടുകേടില്ലാതെ നമ്മളെ സഹായിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? അവിടെയാണ് ഇവർ തമ്മിലുള്ള ബന്ധത്തിലെ കെമിസ്ട്രി നമുക്ക് ഗുണകരമാകുന്നത്. അത് ഞാൻ പലതവണ പറഞ്ഞതാണ്. അന്താരാഷ്ട്ര രംഗത്ത് ഒരു കോൺഫ്ലിക്റ്റ് ചൈനയോ പാകിസ്ഥാനോ ഒക്കെ ആയിട്ട് നമ്മൾ ഉണ്ടാവുകയാണെങ്കിൽ ട്രംപ് നമ്മളെ കൂടെ അത് പൊതുവേ ഒരു പാകിസ്ഥാൻ അനുകൂല നിലപാട് ഡെമോക്രാറ്റ്സിന് കൂടുതലാണ്, റിപ്പബ്ലിക്കൻസിനുണ്ടായിരുന്നു. ട്രംപിന് അതില്ല. പിന്നെ ചൈനയുടെ കാര്യത്തിൽ പണ്ടേ അവർ ശത്രുക്കളാണ്. പക്ഷേ ചൈനയെ തത്വപരമായി അമേരിക്ക പലപ്പോഴും നമുക്കെതിരെ ഉപയോഗിച്ചിട്ടുണ്ട്. 1962 ഈ ചൈനീസ് അക്രമം ഉണ്ടാകാൻ തന്നെ ഞാൻ അമേരിക്ക സപ്പോർട്ട് കൊടുത്തു. അമേരിക്ക ഒന്ന് നിങ്ങൾ മേടിച്ചോ, നെഹ്റുവിന് കുറച്ച് അഹങ്കാരം കൂടുതലാണ്. അടുത്ത ഡോക്യുമെൻറ്റ്സ് ഡീക്ലാസിഫൈ ചെയ്തിരുന്നു, അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ട്രംപാണെങ്കിൽ ഈ ഒരു വിഷയത്തിലൊക്കെ ഇന്ത്യയുടെ കൂടെ നിൽക്കും എന്നുള്ളത് കാര്യം. പിന്നെ ഇവർക്കൊരു കോമൺ ഫ്രണ്ട് ഉണ്ട്, അതാണ് പുടിൻ. മനസ്സിലായില്ലേ? പിന്നെ വേറൊരു കോമൺ ഫ്രണ്ട് നെതന്യാഹു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇൻ്റർനാഷണൽ ആയിട്ട് അപ്പം ഈ പറയുന്ന ഇൻ്റർനാഷണൽ ആർക്കും തട്ടുകേടുണ്ടാക്കാത്ത വിഷയങ്ങളിൽ ട്രംപ് നമ്മളോട്. ബാക്കി ട്രംപിനും അമേരിക്കയും വളരെ കാലമായിട്ടുണ്ടായ ഒരു ആവശ്യമുണ്ട്. ആ ആവശ്യം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഹെവി ആയിട്ടുള്ള തീരുവകൾ എടുത്തു മാറ്റണം. പണ്ട് റിച്ചാർഡ് റീഗനെ രാജീവ് ഗാന്ധി സന്ദർശിച്ചിരുന്നു. അന്ന് രാജീവ് ഗാന്ധി അമേരിക്കൻ സെനറ്റിൽ കോൺഗ്രസ് നടത്തിയൊരു പ്രസംഗമുണ്ട്. ഞങ്ങൾ ഒരു ഏൻഷ്യൻ്റ് നാഷനാണ്, എന്നാൽ യങ്ങസ്റ്റ് സ്റ്റേറ്റാണെന്ന് തോന്നുന്നു. നാഷണൽ സ്റ്റേറ്റ് എന്നുള്ള വ്യത്യാസം അറിയാലോ. അപ്പം അത് ഭയങ്കരമായിട്ടൊന്ന് ചർച്ച ചെയ്യപ്പെട്ടെ. ഇന്നിപ്പം മോഡി ഉണ്ടാക്കിയ എന്തൂസിയാസം അന്ന് രാജീവ് ഗാന്ധി ഉണ്ടാക്കിയിരുന്നു. രാജീവ് ഗാന്ധി വളരെ ഇന്ത്യയിലെ ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ഹോപ്സ് ആൻഡ് ആസ്പിറേഷനായി വന്ന ഒരാളാണ്. ആൻഡ് ഹി വാസ് നോട്ട് എ പൊളിറ്റീഷ്യൻ. വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അന്ന് രാജീവ് ഗാന്ധി തിരിച്ചു വരുന്ന നേരത്ത് കുറച്ച് ആൽമണ്ട് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് റിച്ചാർഡ് നിക്സൺ ചോദിച്ചു, ഈ ആൽമണ്ട് എന്നാണ് ഞങ്ങളുടെ കർഷകർക്ക് തീരുവകളില്ലാതെ ഇന്ത്യയിലേക്ക് കയറ്റി അയക്കാൻ പറ്റുക? അതായിരുന്നു അവരുടെ ആവശ്യം. ഇന്ത്യ ഒരു ഹ്യൂജ് മാർക്കറ്റാണ്. ആ മാർക്കറ്റ് അവർക്ക് ആവശ്യമാണ്. കാരണം അവിടെ ചിലവാകുന്നതിന് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ഹ്യൂജ് മാർക്കറ്റും ഇന്ത്യയിലെ ചീപ്പ് ലേബറും അവർക്ക് ആവശ്യമായിരുന്നു. അപ്പോൾ രാജീവ് ഗാന്ധി ചിരിച്ചു. രാജീവ് ഗാന്ധി അന്ന് തൊട്ട് തുടങ്ങി വെച്ചതാണ് ഈ സാമ്പത്തിക പരിഷ്കാരങ്ങൾ. അതാണ് പിന്നെ മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ, നരസിംഹറാവു മൻമോഹൻ സിംഗ് കാലഘട്ടത്തിൽ അത് വലിയ രീതിയിൽ നടപ്പിലാക്കി തുടങ്ങിയത്. രാജീവ് ഗാന്ധിന് മുമ്പ് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ്. ഇന്ദിരാഗാന്ധിക്ക് അത് താല്പര്യം ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി ആ ഘട്ടത്തിൽ വന്നു, വലിയ രീതിയിൽ വന്നില്ലെങ്കിൽ പോലും. അങ്ങനെയാണ് ആദ്യമായി നമ്മൾ വേൾഡ് ബാങ്കിൽ നിന്ന് കടമെടുക്കുന്നത്. ഈ വേൾഡ് ബാങ്കിൽ നിന്ന് കടമെടുത്തോട് കൂടിയിട്ടാണ് കുറച്ച് ലിബറലൈസ് ചെയ്യേണ്ടി വന്നത്. അങ്ങനെയാണ് DCM, ടയോട്ട അങ്ങനെയുള്ള കമ്പനികളൊക്കെ ഇവിടെ വരുന്നത്.
ടയോട്ട കൊളാബറേഷനിൽ എന്ന് വെച്ചാൽ ഭൂരിപക്ഷം ഷെയർ ഇന്ത്യക്കാരുടെ കയ്യിലായിരിക്കണം. മാരുതി ആ സുസുക്കി മാരുതി സുസുക്കി, DCM ടയോട്ട, അങ്ങനെ വന്നിട്ടുള്ള സ്വരാജ് മസ്ത എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ, ആൽവിൻ നിസാൻ എല്ലാം വരുന്നത് അങ്ങനെയാണ്. അപ്പം അന്ന് തൊട്ട് തുടങ്ങിയാണ്. ഇപ്പോൾ അത് രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിലാണ് ഇതിൻ്റെ ഈ പറയുന്ന വിപ്ലവങ്ങളൊക്കെ തുറക്കാൻ രാജീവ് ഗാന്ധി പലപ്പോഴും നമ്മുടെ ഇന്ത്യ യുദ്ധത്തിൽ വേണ്ട വിധത്തിൽ അഡ്രസ്സ് ചെയ്യാതെ പോയിട്ടുള്ള ഒരു, അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ പഠിച്ചിട്ടില്ല ആളുകൾ. ഈ മാറ്റങ്ങൾക്ക് മൊത്തം കാരണക്കാരനായ രാജീവ് അവിടുന്ന് തുടങ്ങി. ഇന്ദിരാഗാന്ധിക്ക് ഒരു പ്രോ സോവിയറ്റ് പ്രോ കമ്മ്യൂണിസ്റ്റ് ചായ ഉണ്ടായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ആ കാലഘട്ടം നമ്മളെ സഹായിക്കാൻ അവരെ ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ ഗ്ലോബൽ പൊളിറ്റിക്സ് അങ്ങനെ ആയിരുന്നു. രാജീവ് ഗാന്ധിയുടെ കാലഘട്ടമാകുമ്പോൾ ഗ്ലോബൽ പൊളിറ്റിക്സ് പതുക്കമായി തുടങ്ങി. റഷ്യയിലൊരു തകർച്ചയുടെ തുടക്കമായി തുടങ്ങി. അത് രാജീവ് ഗാന്ധി വളരെ മോഡേൺ ആയിട്ടുള്ള മനുഷ്യനായിരുന്നു. അപ്പം വളരെ കോസ്മോപൊളിറ്റനുമാണ്. അതെ. അപ്പോൾ അദ്ദേഹം അതുകൊണ്ട് ചില എടുത്തിയാട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം ശ്രീലങ്കയിലേക്ക് പട്ടാളത്തെ അയച്ചതും, അതുപോലെ തന്നെ ബാബറി മസ്ജിദ് തുറന്നു കൊടുത്തതും, ഷബാനു കേസിൽ ഈ പറഞ്ഞതിൻ്റെ മാതിരി നിയമം കൊണ്ടുവന്നത് എല്ലാം തന്നെ കൗണ്ടർ പ്രൊഡക്റ്റീവ് ആയിട്ടുണ്ട്. അതുപോലെ തെലങ്കാനയിൽ പോയിട്ട് അദ്ദേഹം പിന്നെ അവിടുത്തെ മുഖ്യമന്ത്രിയോട് ചൂടായത്, ഇതൊക്കെ കോൺഗ്രസിന് ഇവിടെ കർണാകരൻ ഒതുക്കാൻ ശ്രമിച്ചത്. അദ്ദേഹം അഴിമതിക്കാരല്ലാതെ ആന്റണിയെ വേണ്ടിയിരുന്നു. പക്ഷേ പണി നടക്കണ കർണാകരൻ വേണ്ടേ? ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഇന്ന് കാണുന്ന ഈ കുതിച്ചാട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് നല്ല അഡ്വൈസേഴ്സ് ഉണ്ടായിരുന്നു. അരുൺ നെഹ്റുവിനെ പോലെ മണ്ടന്മാരുണ്ടായിരുന്നു. ഈ സാമ്പറ്റോടെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അയാൾ നല്ലൊരു സയൻറ്റിഫിക് വിഷയങ്ങൾ നല്ല അഡ്വൈസറാണ്. അയാളിപ്പോൾ ചില വിഷയങ്ങൾ അയാൾ പറയുന്ന കാര്യങ്ങൾ BJPക്കാർക്ക് RSSകാർക്ക് പിടിക്കില്ല. അതുകൊണ്ടാണ് അയാൾ നെഗറ്റീവായി ചിത്രീകരിക്കുന്നത്. അത് അയാൾ പറയാനും, പക്ഷേ അയാൾ വന്നൊരു സാഹചര്യമാണ് അയാളെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്നത്. ഹീസ് നോട്ട് എ ബോൺ ഇന്ത്യൻ, ഒരു NRI അമേരിക്കൻ കൾച്ചർ. അതെ. പക്ഷെ അദ്ദേഹം ഒരു വളരെ നല്ലൊരു അഡ്വൈസറാണ്. ഇങ്ങനെയുള്ള നല്ല അഡ്വൈസേഴ്സ് മോഡി ഇഷ്ടം പോലെ ഉണ്ട്. അവരൊന്നും മുഖം കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. നല്ല അഡ്വൈസറാണ്. അപ്പം അന്ന് തൊട്ടേ അമേരിക്കയുടെ ആവശ്യമാണത്. അത് നമുക്ക് പെട്ടെന്ന് സാധിച്ചു കൊടുത്താൽ നമ്മുടെ വിപണി ക്രാഷാവും. അങ്ങനെ ക്രാഷാവാതിരിക്കാൻ വേണ്ടി ഞാൻ ഘട്ടം ഘട്ടമായി കാണിച്ചു കൊടുക്കും. ഇപ്പം ട്രംപ് വന്ന സ്ഥിതിക്ക് ട്രംപിന് ഒരു ബഹുമാനം ട്രംപിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും നിങ്ങൾ ഈ പറയുന്ന തീരുവ ഇളവ് വരുന്നത്. ട്രംപ് ഇടയ്ക്ക് മോഡി പോകുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യം ഞാൻ കേട്ടിട്ടുള്ളത്, നമ്മളവിടെ ഒന്നുമില്ല, ഈ പത്രക്കാർ ഇവർ മോഡീൻ്റെ കൂടെ അങ്ങനെ പത്രക്കാരെ കൊണ്ടുപോകാറില്ല. എന്നാൽ മോഡി ഒരു ക്ലോസ് ആയിട്ടുള്ള ആ പത്രക്കാരുണ്ട് RSSൽ. അവർ പറഞ്ഞു കേട്ടത്, ട്രംപ് ചോദിക്കാന്ന് വെച്ചാൽ ഹാർലി ഡേവിഡ്സൺ ബൈക്ക് എന്നിട്ടാണ് നമുക്ക് തീരുവല്ലാതെ അങ്ങോട്ട് കയറ്റി വയ്ക്കുക. ട്രംപിന് ഈ ഹാർലി ഡേവിഡ്സൺ വലിയ താല്പര്യമാണ്. റിച്ചാർഡ് നിക്സൺ ആൽമണ്ട് ആയിരുന്നെങ്കിൽ സിനിമ നടനല്ല, ആൽമണ്ട് കഴിച്ചാൽ നല്ല സൗന്ദര്യമൊക്കെ വരും. ഇങ്ങനെ ഒരു സാഹസികനാണ് ട്രംപിന് ഈ ഹാർലി ഡേവിഡ്സൺ ബൈക്കാണ്. അപ്പോൾ ഹാർലി ഡേവിഡ്സൺ ബൈക്ക് എന്നിട്ടാണ് തീരുവല്ലാതെ ഇന്ത്യയിലേക്ക് കയറ്റി. ഇപ്പോൾ ഒരു ഹാർലി ഡേവിഡ്സൺ മേടിക്കുന്നത് 10 ലക്ഷമൊക്കെ ആവും. അത് തീരുവല്ലാതായിട്ട് 3 ലക്ഷം 4 ലക്ഷം നമുക്ക് ഹാർലി ഓടിച്ചുകൊണ്ട് നടക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇത് മെരിക്കലല്ല, മറിച്ച് ഒരു റെസ്പെക്റ്റ് കൊടുക്കലാണ്, പരസ്പരമുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ. പരസ്പരം എന്ന് വെച്ചാൽ ഇപ്പം ഇന്ത്യ ഇന്ത്യ കോൺട്രഡിക്ഷൻ ഞാൻ പറയും. അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ താല്പര്യമാണ്. ഈ മേലെ ശക്തമായ ജനാധിപത്യമുള്ളൊരു രാജ്യമാണ്, വലിയ വിപണിയാണ്, ചീപ്പ് ലേബർ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ചീപ്പ് ലേബർ ഇനി നമുക്ക് പറയാൻ പറ്റില്ല, ട്രംപ് അതിനെതിരാണ്, സബ് കോൺട്രാക്ട്. ഇവർ നമ്മളൊരു കോൺഫ്ലിക്റ്റ് വരാൻ പോകുന്നത് മതപരമായിട്ട്. അമേരിക്ക ഒരു അമേരിക്കൻ റിലിജൻ ഉണ്ടാക്കുന്നുണ്ട്. റിമോട്ട്ലി ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ക്രിസ്ത്യാനിറ്റി. എന്നാൽ ക്രിസ്ത്യാനിറ്റി ആയിട്ട് വലിയ ബന്ധമുണ്ടെന്ന് എനിക്കില്ല. റിമോട്ട്ലി ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ക്രിസ്ത്യാനിറ്റി. അപ്പോൾ ട്രംപ് ബൈബിളൊക്കെ തൊട്ടാണ് സത്യം. അതാ ഞാൻ പറഞ്ഞത്. ഈ അമേരിക്ക മാത്രമല്ല, അവിടെയുള്ള ഈ ഇവാഞ്ചലിസ്റ്റുകൾ വളരെ ഹാപ്പിയാണ് ട്രംപ് വന്നുകൊണ്ട്. ട്രംപ് എന്തെങ്കിലുമൊക്കെ നടത്തുമെന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ ധൈര്യത്തിലാണ് ഈ അടുത്ത നമ്മുടെ ഈ ഇതില്ലേ എന്നാ വെച്ചാൽ ഇതിൻ്റെ ഈ പ്രശ്നത്തിൻ്റെ അല്ല, ഈ പറയുന്നതിൻ്റെ മാതിരി ട്രംപിനെ പോലുള്ള ആളുകൾക്ക് അവിടെ ഇമ്പോർട്ടൻസ് കിട്ടുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പിന്നെ ആന്ധ്രാപ്രദേശിൽ ഞങ്ങൾക്ക് സംവരണം വേണ്ട, ഞങ്ങൾ ക്രിസ്ത്യാനികൾ, തെലങ്കാനയിൽ ഈ പറഞ്ഞ ന്യൂ കൺവേർട്സ് പറഞ്ഞത് ഇവാഞ്ചലിസ്റ്റുകൾ പറയാൻ കാരണം. അപ്പം ഈ മതപരമായ ഈ വിഷയത്തിൽ ആണ് കോൺഫ്ലിക്റ്റ് വരാൻ സാധ്യത. കാരണം അവരുടെ അമേരിക്കൻ റിലീജിയനെ ഉപയോഗിക്കുന്ന അമേരിക്കൻ്റെ റോമൻ സമാജം എങ്ങനെയാണ് റോമൻ കത്തോലിക്ക സഭയെ ഉപയോഗിച്ചുകൊണ്ട് ഇന്നും ലോകത്ത് റോമൻ സാമ്രാജ്യം തകർന്നെങ്കിലും ആ ആധിപത്യം നിലനിർത്തുന്നത്. അതുപോലെ അവരുടെ ഏജൻറ്റുമാരായിട്ടാണ് ഈ പുതിയ മതത്തിൻ്റെ ആളുകളെ അവർ സ്ഥാപിക്കുന്നത്. അതിനുള്ള എല്ലാ സപ്പോർട്ടും അവർ കൊടുക്കുന്നത്. മോഡി ആണെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി ചാകാൻ നടക്കുന്ന ആളുകളാണ്. ഇന്ത്യ ഹിന്ദു ഇതിനു വേണ്ടി ചാകാൻ നടക്കുന്ന ആളുകളാണ്. ഈ ഒരു കോൺഫ്ലിക്റ്റ് ഞാൻ വളരെ സാഹൂതം നോക്കുന്നത്, ഈ ഒരു കോൺഫ്ലിക്റ്റ് എങ്ങനെ പരിഹരിക്കുന്നുള്ളത് മോഡിയും ട്രംപും ഈ ഒരു കോൺഫ്ലിക്റ്റ്. കാരണം രണ്ടുപേരും ഇക്കാര്യത്തിൽ അങ്ങനെ ഒടുക്കത്തെ ക്രിസ്ത്യാനിയും ഇങ്ങനെ ഒടുക്കത്തെ ഹിന്ദുവാണ്. ഒടുക്കത്തെ നെഗറ്റീവായി പറഞ്ഞാൽ ഭയങ്കരം എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മൾ കൊളോക്കിലായിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സ് ചില മാന്യന്മാർക്ക് പിടിക്കില്ല. നെഗറ്റീവായി നമ്മളത് ശക്തൻ എന്ന അർത്ഥത്തിൽ ദേശീയ ഹിന്ദുത്വം
ദേശീയ ഹിന്ദുത്വം എന്നുള്ള കോൺസെപ്റ്റാണ് മോഡിയുടേത്. അതിനുവേണ്ടി മോഡി മരിക്കാൻ തയ്യാറാണ്. ട്രംപ് എന്ന് വെച്ചാൽ മരിക്കാൻ തയ്യാറില്ലെങ്കിൽ ഒരു ഹാർഡ് കോർ ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനി എന്ന് വെച്ചാൽ ഈ പ്രൊട്ടസ്റ്റന്റ്. അപ്പോൾ സ്വാഭാവികമായി ഈ ഒരു കോൺഫ്ലിക്റ്റ് അത് എങ്ങനെ ആവുമെന്നാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ബാക്കിയെല്ലാം എൻ്റെ വഴിക്ക് പോകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.